ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ റീഡിങ്ങുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ജനറൽ റീഡിങ് തന്നെ, ഒരു പൈൽ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു വ്യക്തി കടന്നു വരുന്നു. അതാരാണെന്നാണ് നോക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടാവാം, നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാവാം, നിങ്ങളുടെ ഒരു ആത്മമിത്രമാവാം, ആരുമാവാം. അതൊരു പ്രണയിതാവോ പ്രണയിനിയോ ആരുമാവാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോഴേക്കും നമുക്കൊരു പൈൽ റീഡിങ് വെച്ച് നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ അവഞ്ചറിനാണ്. ഇതാണ് ഫസ്റ്റ് പൈൽ. രണ്ടാമത്തെ ഒരു റോസ് കോഡ്സ് ക്രിസ്റ്റലാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ക്രിസ്റ്റലാണ്. മൂന്നാമത്തത് ടൈഗർ, അതായത് ഈവിൾ ദോഷമൊക്കെ ടൈഗർ ഈ ക്രിസ്റ്റലാണ്. അതായത് നമ്മുടെ ബ്ലാക്ക് മാജിക് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ക്രിസ്റ്റലുകളാണ് ടൈഗർ ഐ ക്രിസ്റ്റലുകൾ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നതിന് മുമ്പ് കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം റീഡിങ് കാണുക. അപ്പം നമുക്ക് ഒന്നാമത്തെ പൈലായ ഗ്രീൻ അവഞ്ചറിൻ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഒന്നാമത്തെ പൈലായ അപ്പം ഇവിടെ വന്നൊരു സ്പ്രെഡ് ഇതാണ്. അതായത് ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, എംബറർ വന്നിട്ടുണ്ട്, 8 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്പ്രെഡ് ഇതാണ് കേട്ടോ. അതായത് ഒന്നാമത്തെ പേര് സെലക്ട് ചെയ്തവരുടെ സ്പ്രെഡ് ഇതാണ്. അപ്പോൾ ആരാണ് ആ ഒരു വ്യക്തി എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അച്ചടക്കമുള്ള അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു സ്വഭാവമുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്ന ആ ഒരു വ്യക്തി ഭയങ്കര അച്ചടക്കം, ഭയങ്കര അവരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിട്ടയുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ വളരെ ഒരു ഫെയർ ആയിട്ടുള്ളൊരു വ്യക്തി, ജീവിതത്തിൽ കൃത്യമായ ലക്ഷണങ്ങളുള്ള അല്ലെങ്കിൽ കഠിനാധ്വാനിയായ ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ഒരുപക്ഷെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളോ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതൊരു എംബറർ കാർഡ്, ഭയങ്കര സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഭയങ്കര ഫെയർ ആയിട്ടുള്ളൊരു ആക്റ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ് ആ ഒരു വ്യക്തി. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയർ ആയിട്ടുള്ളൊരു വ്യക്തി, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വ്യക്തി, ഭയങ്കര ഫൈനാൻഷ്യലിയൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഉയർന്ന പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഇനി അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് പറയാം. അതായത് സംസാരത്തിൽ അല്പം ഗൗരവം തോന്നുമെങ്കിൽ ഉള്ളിൽ വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരിക്കും അവർ. അതുപോലെ നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാനും അവർ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ. പഴയ കാര്യങ്ങളെക്കാൾ വർത്തമാനകാലത്ത് വിശ്വസിക്കുന്ന പ്രകൃതം, അതായത് പഴയ ചിന്താഗതിയൊക്കെ മാറ്റി ഇപ്പോഴെന്താണ് ഒഴുക്കിനൊപ്പം നീന്തുക എന്നൊക്കെ പറയത്തില്ലേ, ഗോയ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ. ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കിനൊപ്പം നീന്തുക. എന്താണോ ജീവിതത്തിൽ നടക്കുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഒരു ഗൗരവമായിട്ടൊക്കെയാണ് തോന്നുന്നതെങ്കിലും ഉള്ളിൽ നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ആ ഒരു വ്യക്തിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സമൂഹത്തിൽ ഉയർന്ന പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ കാണാൻ സുമുഖനായ ഒരു വ്യക്തിയാണ്, വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ജീവിതത്തിലേക്ക് വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവർക്കുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവർ വരുന്നത് ഒരു പുതിയ തുടക്കം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമായിട്ടായിരിക്കും. അതാണ് ഒരു ഏസ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. വൈകാരികമായ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഈ ഒരു ഏസ് ഓഫ് കപ്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പക്വതയുള്ള ഒരു ബന്ധമായിരിക്കും ഇതെന്ന് കാണുന്നു. അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പക്വതയുള്ള ഒരു ക്യാരക്ടറായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വ്യക്തിയുടെ നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷനാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയൊരു തുടക്കം, നിങ്ങൾക്കൊരു പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നതിനായിട്ടായിരിക്കും ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ പൈൽ അഥവാ ഗ്രീൻ അവഞ്ചറിനെ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങാണ് നമ്മളിപ്പോൾ എടുത്തത്. ഇനി സെക്കൻഡ് പൈലിലേക്ക് പോകാം. റോസ് കാർഡ്സ് വന്നവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. റോസ് കാർഡ്സ് വന്നവരുടെ റീഡിങ്ങിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്,
ലവേഴ്സ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ആരാണ് ആ ഒരു വ്യക്തി എന്ന് നോക്കാം. അതായത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾമേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിലേക്ക് വരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സോൾമേറ്റാണ്. അതായത് നിങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന ആ ഒരു സോൾമേറ്റ് ആയിരിക്കും ഈ ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാണാൻ വളരെ ആകർഷക രൂപമായിരിക്കും ഇവരുടേതെന്ന് സൂചിപ്പിക്കുന്നു. കലയിലും സംഗീതത്തിലും താല്പര്യമുള്ള ഒരാളാണ് ഇവർ ഏത് മേഖലയിലാണോ കൈവയ്ക്കുന്നത് ഇവരെക്കുറിച്ചുള്ളൊരു സൂചനയാണ്. ആ ഒരു മേഖലയിൽ അവരത്രയ്ക്ക് പോപ്പുലറായിരിക്കും. ഭയങ്കര പോപ്പുലറായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റാണിത്. ആ ഒരു വ്യക്തിയുടെ സ്വഭാവമൊക്കെ നമുക്ക് നോക്കാം. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഭയങ്കര റൊമാൻസൊക്കെ ആ റൊമാൻറ്റിക് മൂഡൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ വികാരങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയും പോസിറ്റീവ് നിറഞ്ഞൊരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഈ ഒരു വ്യക്തിയിലൂടെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരു ബ്രേക്കപ്പിലൂടെയൊക്കെ പോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അവിടെ നിന്നൊക്കെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനൊക്കെ കെൽപ്പുള്ളൊരു വ്യക്തി, അതിനൊക്കെ കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. നിങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. ഇതൊരു ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ ആണെന്ന് കാണുന്നു. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു പേഴ്സണാണ് ഈ ഒരു പേഴ്സൺ. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ഇവർക്ക് കഴിയുന്നതായിട്ട് കാർഡിലൂടെ മനസ്സിലാവുന്നു. നിങ്ങളുടെ പഴയ സങ്കടങ്ങളെല്ലാം മായ്ക്കാൻ ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം സഹായിക്കും. അതായത് ഒരു ഹീലറും കൂടെയാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹീലിംഗ് ആണ്. അതായത് നിങ്ങളുടെ പഴയ മുറിവുകളൊക്കെ ഉണങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം തരാനാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് നാൾ കാത്തിരുന്നു, എൻ്റെ വ്യക്തി എവിടെ, അല്ലെങ്കിൽ എന്നെ അത്രത്തോളം മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു സ്നേഹമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതായത് നിങ്ങളുടെ പഴയ സങ്കടങ്ങളെല്ലാം മായ്ക്കാൻ ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു സ്വപ്നം പൂവണിയുന്ന പോലെയായിരിക്കും ഇവരുടെ വരവെന്നും കാണുന്നുണ്ട്. നിങ്ങൾ അത്രത്തോളം പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇതൊരു ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആയിരിക്കാം ഇതെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് രണ്ടാമത്തെ പൈൽ അഥവാ റോസ് ക്വാർട്സ് ക്രിസ്റ്റൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് പൈലായിട്ടുള്ള ടൈഗർ ഐ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ലാസ്റ്റ് പൈലാണ് ടൈഗർ ഐ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അഥവാ മൂന്നാമത്തെ പൈൽ. ആരാണ് തേർഡ് പൈൽ അഥവാ ടൈഗർ ഐ സെലക്ട് ചെയ്തവർ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് നോക്കാം. ഇവിടെ വന്ന പേജ് ഓഫ് സോഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, ദ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞ കാർഡാണ്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് വന്നുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അല്പം നിഗൂഢതയൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കും, ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറായിരിക്കും ഇവർ. എന്നാൽ അതീവ ബുദ്ധിശാലിയായ ഒരാളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അതാണ് ഹൈ പ്രീസ്റ്റസ് കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒരുപക്ഷെ നിങ്ങളൊരു യാത്രയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കും നിങ്ങൾ ഇവരെ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഭയങ്കര തന്ത്രശാലികളും ഭയങ്കര ബുദ്ധിശാലികളുമായിരിക്കും ഈ ഒരു വ്യക്തികൾ. അതുപോലെ തന്നെ നല്ലൊരു അവയർനെസ്, അവർക്കൊരു അവബോധമുണ്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഇവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു സ്വഭാവമാണ്. ഇവർക്ക് കാര്യങ്ങൾ അടക്കി വെച്ചുകൊണ്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല. മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമെ വേറൊന്ന് പെരുമാറാനൊന്നും ഇവർക്കറിയില്ല. ഇവരെന്തുണ്ടെങ്കിലും അവരിഷ്ടമാണെങ്കിലും ഇഷ്ടക്കേടാണെങ്കിലും തുറന്നു പറയുന്ന വ്യക്തികളായിരിക്കും. അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. അതാണ് ഈ ഒരു പേജ് ഓഫ് സൂഡൊക്കെ സൂചിപ്പിക്കുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള എന്നാൽ ആഴത്തിൽ ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. ഇവർക്ക് മറ്റുള്ളവർക്കൊന്നും ഇവരുടെ ക്യാരക്ടർ മനസ്സിലാവില്ല പെട്ടെന്ന്. അതാണ് ഹൈ പ്രീസ്റ്റസ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീപ്പ് തിങ്കിങ് ലെവൽ, ഒരു ഹയർ തിങ്കിങ് ലെവലുള്ളവരായിരിക്കും. ഭയങ്കര ഇൻ്റലക്ച്വൽ പവർ കൂടുതലുള്ള വ്യക്തികളായിരിക്കും. അവരുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കും അത്ര പെട്ടെന്ന് കഴിയില്ല. അങ്ങനത്തെ വ്യക്തികളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിധി മാറ്റി എഴുതാൻ ഈ ഒരു വ്യക്തിക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ചിന്താരീതി ഇവർ സ്വാധീനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
അതായത് തുടക്കത്തിൽ നിങ്ങൾ തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും പിന്നീട് അതൊരു ദൃഢബന്ധമായിട്ട് പറയും. നിങ്ങളൊരു കലഹത്തിലൂടെ ആയിരിക്കും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ജീവിതത്തിൽ പരിചയപ്പെടുന്നത്. നിങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നൊക്കെ പറയത്തില്ലേ, രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ ആ ഒരു രണ്ടുപേരുടെയും രണ്ട് കൺസെപ്റ്റ് ആയിരിക്കും നിങ്ങളെ ഒന്നിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാൾ എന്താണ് നെഗറ്റീവാണെങ്കിൽ മറ്റൊരാൾ പോസിറ്റീവാണ്. അതായത് രണ്ട് പോൾസാണ്, ഒന്ന് നോർത്ത് ആണെങ്കിൽ ഒന്ന് സൗത്ത് പോൾ, അങ്ങനെ നമ്മൾ പറയാം. അതായത് നെഗറ്റീവും പോസിറ്റീവും തമ്മിലല്ലേ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങളൊരു വഴക്കിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ പരിചയപ്പെടുന്നത് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം ആദ്യം ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ പിന്നെ 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 നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ദൃഢമാകും. അതായത് ഇവരുടെ ചിന്തകളൊക്കെ വ്യത്യാസമായിട്ടുള്ള ചിന്തകളായിരിക്കും. ഈ ഒരു വ്യക്തിയുടെ ചിന്തിക്കുന്ന രീതികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ വേറെ ആയിരിക്കും ജീവിതത്തെപ്പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസാണ് വരുന്നത്. അതുപോലെ പക്ഷേ നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചറിൽ ഒരു ദൃഢബന്ധമായിട്ട് മാറുമെന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് പറയുന്നത്. തീർച്ചയായും അങ്ങനെയാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക കേട്ടോ. അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാണ് വരാൻ പോകുന്നത്, ഒരു ചെറിയൊരു റീഡിംഗ് ആണിത്. നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും, ഒരു ഒറ്റപ്പെടലിലൂടെ പോകുന്നൊരു വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ആരാണ് അവിടെ നിന്ന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ വരുന്നത്, ദൈവമായിട്ടൊരു വ്യക്തി അയക്കുന്നതാവാം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.